ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പം ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇഡ്ഡലി, ചപ്പാത്തി, ദോശ ഇതൊക്കെ കഴിച്ചു മടുത്തവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പ്രിപ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടകൾ എടുത്തിട്ടുണ്ട്. ഇത് 2 ഒരു 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് മതിയാവും. അപ്പോൾ നമുക്കിതിന് ഈ പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനാണ് ഞാനിവിടെ ഇതേ കണ്ടോ, നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് അരിപ്പൊടി കൊട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. 2 മുട്ടയ്ക്ക് ഒരു ബൗളിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ചും കൂടി പൊടി നമുക്ക് ചേർക്കാം. കറക്റ്റ് ഒരു ബൗൾ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് ഇതാണ് ഒരു പാകം, വെള്ളത്തിനും എല്ലാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ സവാള, ഒരു സവാളയാണിത്. ഞാൻ കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞെടുത്താണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താണിത്, അത് ചേർത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കാം. ഒരുപാട് നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് ചെയ്തു തുടങ്ങിയാൽ മതി. ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ പാൻ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് ചുട്ടെടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലുള്ള ചെറിയ സ്പൂണിന് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചാൽ മതി. കാരണം ഹൈ ഫ്ലെയിം ആകുമ്പോൾ വേവില്ല. അരിപ്പൊടിക്ക് ഒരിത്തിരി വേവുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം അടിവശം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ലൊരു മണമാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ചായയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ കുട്ടികളും നല്ല ഇഷ്ടത്തോടെ എന്തായാലും കഴിച്ചോളും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ബൈ.